നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വയോജന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ലത ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി പി അച്യുതമേനോൻ സ്വാഗതം പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രിയദർശിനി RB ആരോഗ്യ ക്ലാസ് നയിച്ചു. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിക്കൽ സംസ്ഥാന കൗൺസിലർ PK വേണുഗോപാലിനും നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം സണ്ണി ജോയ്, CI, യൂണിറ്റ് ട്രഷറർ A രാജകൃഷ്ണൻ മാസ്റ്റർ, മറ്റ് പെൻഷനേഴ്സ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപദേശം കൊടുത്ത് വീട്ടിലായാലും നാട്ടിലായാലും അന്തസ്സോടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വയോജന ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി പ്രിയദർശിനി ഡോക്ടറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ക്ലാസ്സിന് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ നിലകൊള്ളുന്നവരാണെങ്കിൽ ഇതുപോലെ വാർഷികകാലത്ത് പെൻഷൻ വാങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരായി ചെയ്യുന്നുണ്ടാവും, സർവീസിൽ നിന്ന് ഒന്നിൽ റിമൂവ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെൻഷൻ വാങ്ങാതെ ഇപ്പോ തെക്കുകൊടുത്ത് വളരെ വിഷമിച്ച് ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രായത്തിൽ, അതായത് ഇപ്പൊ മനുസ്മൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ പിതോരക്ഷരി ബാല്യേ ഭർത്തോരക്ഷരി യൗവനെ പുത്രോ രക്ഷരി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞു. ഇത് പറയുമ്പോൾ സ്ത്രീകൾ പ്രശ്നമുണ്ടാകും, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അത് പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 5 നേരം നമസ്കരിക്കുന്ന ആളാണ്. കൃത്യമായ 5 നേരം നമസ്കരിക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, ചിട്ടയുടെ ജീവിതത്തിലുള്ളതാണ് സ്ത്രീയുടെ സുരക്ഷ എന്നുള്ളത്. ഇപ്പൊ പോലീസ് പ്രൊഫഷൻ ഞാൻ അതിലേക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥിരം ശേഷം വാർത്തകൾ വരും, അമ്മായിയും മരുമോളും തമ്മിലുള്ള കേൾക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അമ്മായിമാരാണ്. പിന്നെ ശരിക്കും അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു, ആൺകുട്ടികളൊക്കെ ചോദിച്ചു. അപ്പൊ എന്താ പറയുക, കല്യാണം കഴിച്ചു കൊണ്ടുവന്നോ. ഈ പെൺമക്കളുള്ളവരെക്കാൾ കൂടുതൽ പ്രശ്നം എഴുതാൻ പോകുന്നത് ആൺമക്കളുള്ളവരാണ്. കാരണം ഈ മകൻ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായി നല്ല ലാളിച്ചു വളർത്തുക. അതേ മൈലായിരിക്കും 25 വയസ്സായി 50 വയസ്സിലാ മൈലേക്കാണത്. വയോജന ദിനം എന്ന ഇതിനെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പേടി, ഒരു ഭയം എന്നൊക്കെ പറയുന്നത് ഓർമ്മക്കുറവ്. അത് കൂടുതൽ പോയ മരണയോഗം എന്ന് നമ്മൾ പറയും. അതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ TV-യിൽ ഒരുപാട് കാണാം, ഇതിന്റെ സംബന്ധമായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളിങ്ങനെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറെ അറിവുകൾ ഇതിലുണ്ട്. പക്ഷേ ഇതെന്താ യഥാർത്ഥമായിട്ട് ഇത് ഭയക്കേണ്ട സാധനമാണോ, ഇതിനെന്തെങ്കിലും നമുക്ക് പ്രതിരോധം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്നൊന്ന് അറിയാൻ നല്ലതായിരിക്കും തോന്നും, അല്ലെ? അപ്പോ ഫസ്റ്റ് അത് നമുക്ക് മറവി എന്ന് പറഞ്ഞിട്ട് എന്താ, എല്ലാവർക്കും അറിയാമല്ലോ എന്താ മറവി. നമ്മളൊക്കെ ജീവിതത്തിൽ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ് മറവി. ഇപ്പോ രാവിലെ തന്നെ ഞാൻ ഇവിടേക്ക് വരുമ്പോ എന്റെ കീ എവിടെ വെച്ചു, അല്ലെങ്കിൽ കാറിന്റെ താക്കോൽ എവിടെ വെച്ചു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു മറവി ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പല ആളുകളിലും ഉണ്ടാവുമല്ലോ, നിങ്ങൾ വാതിൽ പൂട്ടിയിട്ട് എവിടെ ചാവി വെച്ചു. ഇതൊക്കെ വളരെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മറവികളാണ്. അതുപോലെ തന്നെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടക്കിടക്ക് നമുക്ക് വഴക്കിട്ടുണ്ടാവുമല്ലോ ടീച്ചറിന്റെ കയ്യിൽ, നമ്മൾ ബുക്ക് മറന്നു വെച്ചു,
അപ്പൊ തന്നെ ഇപ്പൊ ടീച്ചർ ബുക്ക് മറന്നു വെച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ലഞ്ച് ബോക്സ് മറന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് കളിച്ച് ചെറിയ പ്രായത്തൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മറവി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സാധാരണമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെച്ച സാധനം മറക്കാം. അതുപോലെ നമ്മൾ ടെൻഷൻ അടിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വെച്ചൊരു സംഭവം എവിടെയാണ് നമുക്ക് കുറവ് വരാം. ഇതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഈ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം വളരെ ആവർത്തനമായിട്ടും നമ്മുടെ ജീവിത ശൈലിയെ വളരെയധികം ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്.